നമസ്തേ. ഇന്ന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജിയെയും അവർക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും അവരെവിടേക്കാണ് എത്തിച്ചേരുന്നതെന്നുള്ള 3 കാർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കുറേ പേരെങ്കിലും ഒരു നിരാശയോടെ നിൽക്കുന്നൊരു കാർഡാണ് കാണുന്നത്. അവരുടെ മുന്നിൽ തകർന്നു കിടക്കുന്ന കപ്പുകളെ നോക്കിക്കൊണ്ട് വിഷമത്തിൽ നിൽക്കുന്നൊരു കാർഡാണ് കാണുന്നത്. ഇതൊരു നഷ്ടബോധം അല്ലെങ്കിൽ നിരാശ, ദുഃഖം, പാശ്ചാത്താപം എന്നീ വികാരങ്ങളാണ് അവരിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ഈ മുന്നിൽ കിടക്കുന്ന കപ്പുകൾ നഷ്ടപ്പെട്ടതിനെ മാത്രമേ കാണുന്നുള്ളൂ. അതിനെപ്പറ്റി മാത്രമാണ് അവരുടെ ഫോക്കസ്. പക്ഷേ ഇവിടെ നിറഞ്ഞിരിക്കുന്ന 2 കപ്പുകൾ അവരുടെ പിന്നിലുള്ളത് അവർ കാണാതെ പോകുന്നു. അവർ ചവിട്ടി നിൽക്കുന്ന പ്രതലം വളരെ പ്രതീക്ഷ നൽകുന്നൊരു സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവരതൊന്നും കാണാതെ പോകുന്നത് അവരുടെ ശ്രദ്ധ ഈ നഷ്ടത്തിൽ മാത്രമായതുകൊണ്ടാണ്. നഷ്ടങ്ങൾ പലപ്പോഴും സ്വാഭാവികമാണ്. അതിനെ നമ്മൾ സ്വീകരിക്കുകയാണ് ശരിക്കും വേണ്ടത്. എങ്കിൽ മാത്രമേ അതിനെ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഇനി എന്തെന്നുള്ളൊരു ചിന്തയോടെ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എന്ത് ഗൈഡൻസാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ദ ഹെർമിറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. നമ്മളുടെ നഷ്ടത്തിനെ പറ്റി ചിന്തിച്ചിരിക്കാതെ, നമ്മുടെ നഷ്ടം ഒരു കരിയറിലായിരുന്നെങ്കിൽ അത് ഒരു മറ്റൊരാളുടെ സഹായം തേടുക, ഒരു ഉപദേഷ്ടാവിൻ്റെ സഹായം തേടുക. സാമ്പത്തികത്തിലാണ് ആ നഷ്ടം സംഭവിച്ചതെങ്കിൽ നമ്മൾ അത് ശ്രദ്ധാപൂർവം ഇനിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ബന്ധങ്ങളിലാണെങ്കിൽ നമ്മൾ ആഴത്തിൽ നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുക. അതായത് പുതിയ ബന്ധങ്ങളിലേക്ക് പുറപ്പെടുമ്പോൾ അത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക. അതിപ്പോൾ ഒരു പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തുടർന്നുള്ള പഠനത്തിന് എന്താണ് സാധ്യത, നഷ്ടങ്ങളെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്നാലാണ് നമുക്ക് അടുത്ത പടി എന്താണെന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരും? യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തിച്ചേരും എന്ന് ചോദിച്ചാൽ എന്താ നോക്കൂ, ഒരു സമൃദ്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരു പെൻറ്റക്കിൾസ് വെച്ച് ശ്രദ്ധയോടെ നോക്കുന്ന ഒരു യുവത്വമുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ പലവിധ കഴിവുകളുള്ള ആളാണ്. അതും വളരെ യുവത്വത്തിലുള്ള എനർജിയാണ്. അതായത് അതിന് വളരെ പ്രകടമായിട്ട് പലതും ചെയ്യാൻ സാധിക്കും. ഏത് ഭൗതിക സാഹചര്യത്തിലായാലും അതിൽ വിജയം കൊണ്ടുവരാനുള്ള കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. ആ ചാരുത നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരു സമർപ്പണവും പ്രായോഗിക കഴിവുകളും എല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നേറാനുള്ള സകലവിധ കഴിവുകളുള്ള വ്യക്തിയാണ്. അതാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഇത്തരം നിരാശകൾ വരുമ്പോൾ നമ്മൾ അതിലിങ്ങനെ മുങ്ങിപ്പോവാതെ നമ്മളുടെ ഉള്ള അവസരങ്ങളെപ്പറ്റി ശ്രദ്ധിക്കാനാണ് ഈ കാർഡും